ചോറിനൊപ്പം കഴിക്കാൻ 5 മിനിറ്റ് കൊണ്ട് നല്ല കിഡിലിനായിട്ടൊരു റെസിപ്പി തയ്യാറാക്കാം. നമ്മുടെ വാഴപ്പിണ്ടിയില്ലേ, ഉണ്ണിത്തണ്ടെന്നൊക്കെ പറയില്ലേ, അത് നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തതിന് ശേഷം കുറച്ച് നേരം ഞാൻ മോരിലാണ് ഇട്ട് വെക്കുന്നത്. മോരിൽ ഇതുപോലെ ഇട്ട് വയ്ക്കുമ്പോൾ എന്താണെന്ന് പറയുക, ഇതിൻ്റെ കളറൊന്നും പോവില്ല, അതിൻ്റെ ഒരു കറയുടെ ഇതൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും, നല്ല ക്ലീനായി കിട്ടും. എന്നിട്ട് നമുക്കിതിനൊന്ന് ഈ മോരിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിനെ ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് വാഴപ്പിണ്ടി മാത്രമായിട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഇതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം വേണം ഇതിൻ്റെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കേണ്ടത്. അതിനായിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, വാഴപ്പിണ്ടി നമുക്ക് ഇതുപോലെ മോരിന്ന് മാറ്റി ഇതുപോലെ എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് കടുക് പൊട്ടുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത് കുറച്ച് നാളികേരം, കുറച്ച് ചുവന്ന മുളക്, എരിവിന് വേണ്ടിയിട്ടാട്ടോ ചുവന്ന മുളക്, അപ്പോൾ എരിവുള്ള മുളക് തന്നെ ചേർക്കുക. കുറച്ച് ജീരകവും മഞ്ഞപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ 2 പച്ചമുളക് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, അപ്പോഴേ കുറച്ചുകൂടെ ഒന്ന് എരിവ് കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അതുകൂടെ ചേർത്തതിന് ശേഷം കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലോട്ട് ചുവന്ന മുളക്, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും നന്നായിട്ട് പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ചടപടോന്ന് ഇങ്ങനെ പൊട്ടിത്തെറിച്ച സമയത്ത് നമുക്ക് അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ചേർക്കേണ്ടത് എന്താണെന്നറിയോ, ഈ ചൂടായ എണ്ണയിൽ തന്നെ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോഴേ അതിൻ്റെ ഒരു കറക്റ്റ് മഞ്ഞ കളറൊക്കെ നല്ല പാകത്തിന് അതിലോട്ട് ആയി കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വാഴപ്പിണ്ടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു എണ്ണയിൽ ഇതിനെ ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം ഒന്ന് വറ്റും, എന്നിട്ട് ഇത് വേഗം തന്നെ വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ഇത് നന്നായിട്ടൊന്ന് ചൂടായി മിക്സായി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും പച്ചമുളകും ചുവന്ന മുളകും ജീരകവും മഞ്ഞപ്പൊടിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് റെഡിയാക്കി വെക്കുക. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് റെഡിയായി കിട്ടും. അധികം പണിയൊന്നുമില്ല. ഇതൊന്ന് ചതച്ചെടുക്കാനൊക്കെ എത്ര സമയം വേണം, പെട്ടെന്ന് റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റിയാണ്. ഈ വാഴപ്പിണ്ടി തോരൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതാണ്. നല്ല ടേസ്റ്റ്. ഇത് വെന്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് ഇത് കഴിക്കാൻ ചോറിൻ്റെ കൂടെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ 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 ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ വാഴപ്പിണ്ടി തോരൻ. ട്രൈ ചെയ്യാതിരിക്കരുത്. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് വാഴപ്പിണ്ടി. ഇത് കട്ട് ചെയ്തെടുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി മോരിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പണിയും കഴിയും. ഇത് കട്ട് ചെയ്ത് കുറേ നേരം വെളിയിൽ വയ്ക്കരുത്. അതിൻ്റെ കളറൊക്കെ പോയിട്ട് എന്താണെന്ന് അറിയാം, നല്ല കറുത്ത് ഇരിക്കും. അപ്പോൾ കറുത്ത കളർ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ല. അതാണ് മോരിലിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വാഴപ്പിണ്ടി തോരൻ.